പല വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സം കിടപ്പുണ്ട്. അത് തടസ്സം എന്ന് പറയുന്ന വാക്ക് കേട്ട് പേടിക്കണ്ട. നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നതാ പല തടസ്സങ്ങളും. ഇതിന് ശരിക്കും മനസ്സിലായ ഒരു കാര്യം പറയാം. ഒരു ടൗണിൽ ക്രിസ്ത്യൻസ് ഒത്തിരി താമസിക്കുന്ന ഒരു സ്ഥലത്ത് 3 നിലയുള്ള ബിൽഡിംഗ് ഉണ്ട് അദ്ദേഹത്തിന്. അതിന്റെ താഴത്തെ നില മുഴുവൻ കച്ചവടം നടത്തുക. മുകളിലത്തെ നിലയിൽ കെട്ടിടമുണ്ട്, പക്ഷെ അത് ആർക്കും കൊടുത്തിട്ടില്ല, ആരും എടുക്കുന്നില്ല. അദ്ദേഹം വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇന്ന സ്ഥലത്തെ ഒരു സാമാന്യ സാമ്പത്തികമുള്ള ഒരാളാണ്. അച്ഛന് ചിലപ്പോൾ ആ കുടുംബത്തെ അറിയായിരിക്കും. അവർ വലിയൊരു ബുദ്ധിമുട്ടിലാണ്, ഒന്നും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥിക്കാൻ അയാൾ വന്നു. ധ്യാനമുള്ള സമയത്തൊന്നും അല്ല വന്നേ, സാധാരണ ഒരു സമയത്ത് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരു മോശം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയല്ല, അത്ര ഭംഗിയില്ലാത്ത ഒരു മെലിഞ്ഞ സ്ത്രീയുടെ രൂപം ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ കാണുന്നു. എനിക്കങ്ങനെ ദർശനമുള്ള ആളല്ല, പ്രാർത്ഥിക്കുമ്പോഴേ ഭാവി ഭൂതമൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ കണ്ടു. പക്ഷെ എനിക്ക് ചോദിക്കാനൊരു പേടി. ഇയാൾ വന്നിരിക്കുന്ന നല്ല ഡ്രസ് ഇട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ഒരം കൂട്ടി പറഞ്ഞു, ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഒന്നും അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം. അപ്പൊ ചോദിച്ചപ്പം അയാൾ പറഞ്ഞു, എന്റെ ഇളയ മകൻ ഒരു കല്യാണം കഴിച്ചു. ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന ബന്ധമൊന്നും അല്ല, പാവപ്പെട്ടൊരു വീട്ടിലെയാണ്. അവള് വീട്ടിൽ വന്നതോടുകൂടി ഞങ്ങളുടെ സമാധാനം പോയി. അയാൾ ദേഷ്യത്തോടെ പറയുവാണ്, എന്റെ ഇളയ മകൻ കല്യാണം കഴിച്ചു, ഞങ്ങളുടെ ഒപ്പമുള്ള വീട്ടിൽ നിന്നല്ല വന്നേ, ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാ വന്നേ. എന്നാ സംഭവം എന്ന് എനിക്ക് കേട്ടോ. ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് അല്പം മുഷിഞ്ഞ വസ്ത്രം ധരിച്ച മെലിഞ്ഞ ഒരു സ്ത്രീയുടെ വിഷമമുള്ള മുഖം. അപ്പോൾ അയാൾ പറയുവാണ്, എന്റെ ഭാര്യ 1-2 കാര്യം ചെയ്തിട്ടുണ്ട് അച്ഛോ. അച്ഛനെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. എന്റെ ഭാര്യ, ഞങ്ങളുടെ വീട്ടിൽ ഒരു അൽസേഷൻ പട്ടിയുണ്ട്, അതിന് തിന്നാൻ കൊടുക്കുന്ന പാത്രത്തിലാ ഇളയവന്റെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്റെ ഭാര്യ. അയാളുടെ ഭാര്യ തിന്നാൻ കൊടുക്കുന്നത് പട്ടിക്കൂട്ടിലെ അൽസേഷൻ പട്ടിക്ക് തിന്നാൻ കൊടുക്കുന്ന സ്റ്റീൽ പാത്രത്തിനകത്ത് പല പ്രാവശ്യം തീറ്റിച്ചു എന്ന്. അവൾ കരഞ്ഞോണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുറ്റത്ത് നിന്ന് ആ സ്ത്രീ കരഞ്ഞോണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സമ്പത്തുണ്ടോണ്ടല്ലേ, മുകളിൽ ഒരാൾ 2 പേരുടെ കണ്ണല്ല ഈ ലോകത്തുള്ള എൻ്റെ നിങ്ങളുടെയും. നമ്മൾ കാണാത്തൊരു ദൈവത്തിന്റെ കണ്ണും നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ദൈവത്തിന്റെ കണ്ണുകൾക്ക് 1000 സൂര്യനേക്കാൾ വെളിച്ചമുണ്ട്. നമ്മൾ എത്ര മൂടിക്കെട്ടിയാലും, എനിക്ക് ഇടവക്കാരുടെ കണ്ണൊക്കെ മൂടിക്കെട്ടാൻ പറ്റും, ദൈവത്തിന്റെ കണ്ണ് എനിക്ക് മൂടിക്കെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്ത്രീ പോയിട്ട് പിന്നെ മകനൊക്കെ ആയിട്ട് പ്രശ്നം വന്നപ്പം മകൻ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുക. ഇപ്പൊ വന്നിരിക്കുന്നത് വേറൊരു വിഷയമാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം എന്നാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഈ വീട്ടിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട കല്യാണം കഴിച്ച് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയുടെ മനസ്സ് നൊന്തുള്ള കണ്ണുനീരി വീട്ടിൽ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സാമ്പത്തികമായി ശ്വാസം മുട്ടുന്നത്. അയാൾ വരെ അത് അംഗീകരിച്ചു. സത്യമായിരിക്കും വെച്ചു എന്ന് പറഞ്ഞു. സത്യമായിരിക്കും വെച്ചു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന് തടസ്സമുണ്ട്. ആ തടസ്സം നമ്മൾ തന്നെ മാറ്റണം. അതുപോലെ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ വരുവാണ്, ഒരു ടീച്ചർ, ഹൈസ്കൂളിൽ പഠിക്കുന്ന ടീച്ചർ. ഒന്നും വേറൊരാളിന് കടമെടുത്ത് പറയുമല്ലോ കേട്ടോ. ഞാനും നിങ്ങളിപ്പോലൊക്കെ പലരെ പോലൊക്കെ ഇതൊന്നും എനിക്കത്ര വിശ്വാസമുള്ള കാര്യമൊന്നും അല്ലായിരുന്നത്. പിന്നെ തടസ്സം, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചില്ലേ അനുഗ്രഹം, എന്ത് തടസ്സം? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ വ്യക്തികളുടെ അനുഭവം നമ്മളെ കുറെയൊക്കെ ചിന്തിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയോ ചെയ്യുന്നത്. ഇപ്പൊ വേറൊരു വ്യക്തി വന്നിട്ട് പറയുകയാണേ, അച്ഛൻ, എന്റെ മകൻ +1 പഠിക്കുക, പറഞ്ഞാ കേൾക്കില്ല, അവൻ ലഹരി ഉപയോഗിക്കുന്നു, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. ഞാനാണെങ്കിൽ ഒരു ടീച്ചറാണ്, അവൻ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല, അച്ഛനറിയാലോ, അധ്യാപകരുടെ മക്കൾ, അവരുടെ മക്കളെ കുറിച്ച് അധ്യാപകർക്ക് ഭയങ്കര അഭിമാന പ്രശ്നമാണ്. എൻ്റെ ക്ലാസ്സിലെ അധ്യാപകരൊക്കെ എന്നെ കളിയാക്കുകയാണ് എൻ്റെ മകന്റെ ഈ സ്വഭാവം കണ്ടിട്ട്. എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ സ്ത്രീയുടെ കഴുത്തിൽ 2 താലി, ഒരു താലിയെ നോർമലായിട്ട് പാടുള്ളൂ. അപ്പോൾ ചോദിച്ചു, 2 കല്യാണം കഴിച്ചിട്ടുണ്ടോ?
ഇല്ല. 2 താലി ഇല്ല. പ്രാർത്ഥനയിൽ ദൈവം കാണിച്ചത് 2 താലിയാണ്. അപ്പൊ എന്താണ് അങ്ങനെ? ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. ടീച്ചറാണ് താനും. ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ആ വ്യക്തി പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് പുറം രാജ്യത്താണ്. എന്റെ ഹസ്ബൻഡ് വരുമ്പം പള്ളി വെച്ച് കെട്ടിയ താലി ഓൾറെഡി കെട്ടും. ഹസ്ബൻഡ് പോകുമ്പം ഈ ടീച്ചർക്ക് വേറൊരു പുരുഷനെ ഇഷ്ടമാണ്. അവർ 2 പേരും ഒരു പള്ളിയിൽ പോയിട്ട് അവർ 2 പേരും അയാൾ ഒരു താലി കെട്ടി കൊടുത്തിട്ടുണ്ട് അയാൾ ഇല്ലാത്തപ്പോ. അപ്പോൾ ഭർത്താവ് ഇവിടുന്ന് പോകുമ്പം കാമുകം കെട്ടിയ താലി കഴുത്തിൽ. ഭർത്താവ് വരുമ്പം ആ താലി കെട്ടി മാറ്റിയിട്ട് ഓൾറെഡി ഒറിജിനൽ ഭർത്താവ് കെട്ടിയ താലി കഴുത്തിൽ വെക്കും. 2 താലി കഴുത്തിൽ. ഇത് അറിഞ്ഞപ്പം മക്കൾ തകർച്ചയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പം ദൈവം കാണിച്ചു തന്നത് വേറൊരു കാര്യമാണ്. ദൈവം കാണിച്ചു തന്നത് ഇതാണ് ഈ വീട്ടിന്റെ പ്രശ്നം. മക്കൾ തകരാൻ കാരണം ഇതാണ് സഹോദരി. അപ്പോൾ ആ ടീച്ചർ ചോദിക്കുവാണ്, അച്ഛാ, ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നമില്ല. എന്റെ ഭർത്താവുമായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും വഴക്കുണ്ടാകാറില്ല. എന്റെ കാമുകൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഞങ്ങൾ വഴക്കുണ്ടാകാറില്ല. ഞങ്ങൾക്കതൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്ന്. അതായത് വഴക്കോ പ്രശ്നമോ അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ മക്കൾ അടുത്ത തലമുറ തകർന്ന് അതിന്റെ 0 പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാണക്കേട് കാരണം പുറത്തിറങ്ങത്തില്ല. ടീച്ചർക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ഒപ്പമുള്ള പിള്ളേർ വരെ കളിയാക്കും. അപ്പോൾ മക്കൾ തകർന്നു പോകാൻ കാണിച്ചു തന്നെ ഒരു വലിയ തടസ്സം ആ വീട്ടിൽ കിടക്കുക. ശ്രദ്ധിക്കുക, ഇതൊന്നും ആയിരിക്കില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സം. പക്ഷേ അനുഗ്രഹമൊന്നുമില്ല, എനിക്കൊന്നും ഒരു സ്റ്റെപ്പ് ഉയരാൻ പറ്റുന്നില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ജീവിതത്തിൽ കിടപ്പുണ്ട്. അത് മാറുമ്പോഴേ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അത് മാറണം. നിങ്ങളുടെ കാലയിൽ ഒരു മുറ്റത്ത് നിന്ന് ഒരു തൊട്ടാവാടി മുള്ളു കൊണ്ടെന്ന് കരുതുക. നിങ്ങൾ ചെരുപ്പിട്ട് ഷൂ ഇട്ട് വന്നവരാണ്. തൊട്ടാവാടി മുള്ളു കാലയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അസ്വസ്ഥതയായിരിക്കും. നിങ്ങൾ ഏത് ഷൂവും സോക്സും ഇട്ടാലും എന്തൊക്കെയോ പോലെ അസ്വസ്ഥതയായിരിക്കും. 3 ദിവസം കഴിയുമ്പോൾ അത് പഴുത്തിട്ട് തലയ്ക്ക് വരെ വേദന തോന്നും. എന്നാ ഫ്രീ ആകുന്നേ? ആ മുള്ളു സൂചി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ എടുത്ത് കളയുമ്പോഴേ ഞാൻ സ്വതന്ത്രമാവുള്ളൂ. കാലിന്റെ അടിയിൽ കൊണ്ട മുള്ളിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മുള്ളു പോലും കാലിന്റെ അടിയിൽ ഇരുന്നാൽ നമുക്ക് എന്തോ ഒരു ഭാരമാ, ഒരു വേദനയാ, ഒരു അസ്വസ്ഥതയാ. പാപം കെട്ടി വലിക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നേ, ഉപ്പ് തിന്നാൽ അതെന്നേലും കാലത്ത് വെള്ളം കുടിക്കേണ്ടി വരും, എന്നേലും കാലത്ത് അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. പാപത്തിന് പരിണിത ഫലമുണ്ട്. പാപം ആര് ചെയ്താലും, അത് എത്ര വലിയവും ചെയ്താലും എത്ര താഴവും ചെയ്താലും അതിന് ഒരേപോലെയാ. ദൈവം നീതിമാനാണ്, നീതിയോടെ വിധിക്കും. ചില വ്യക്തികളോട് പ്രാർത്ഥിക്കാനും അനുദപിക്കാനും പറയും, പിന്നെ ഒരു കുമ്പസാരം നടത്തിയാൽ ഇപ്പൊ എന്റെ കടബാധ്യതയൊക്കെ മാറുമല്ലേ, പിന്നെ ഞാൻ ധ്യാനം കൂടി പ്രാർത്ഥിച്ച എന്റെ കുടുംബത്തിൽ സന്തോഷം വരുമല്ലേ, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചില്ല എന്റെ മക്കൾ രക്ഷപ്പെടുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഈശോ പറഞ്ഞത് കല്ല് മാറ്റാനാ. കല്ല് മാറ്റിയാൽ എങ്ങനെയാ? മരിച്ചവൻ ഇങ്ങനെ പോരുവോ? കല്ല് മാറ്റിയാൽ പുഴു പോവോ? കല്ല് മാറ്റിയാൽ മാറും, അത്ഭുതം നടക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കെന്നറിയോ? ഈശോ പറഞ്ഞു ആ കല്ല് മാറ്റണം. പക്ഷേ അനേകം ആളുകൾ കല്ല് മാറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ഇതൊരു അടിപൊളി കല്ല. നമ്മളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കല്ലേ തൊട്ട് കളിക്കില്ല. 250 ധ്യാനം കൂടി സ്തോത്രം പറഞ്ഞിട്ട് പോകും. ഈ കല്ല് ഇതേപോലത്തെ ഒരു കല്ല് ജീവിതത്തിൽ ചിലപ്പോൾ കാണും. ഈ കല്ലിന്റെ പ്രത്യേകത, അത് സുഖം മാത്രം തരുന്ന കല്ലായിരിക്കും. അതുകൊണ്ട് ഇനി ആര് പറഞ്ഞാലും കല്ലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആരും മാറ്റില്ല. ഈ കല്ലിന്റെ പ്രത്യേകത, അത് ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് തരുന്ന കല്ല. ആ കല്ല് മാറ്റിയ ചിലപ്പോ ഇന്നലെ വരെ മിണ്ടിയവരൊന്നും ആരും മിണ്ടിയല്ല. ചിലപ്പം ചിലർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. എന്തുവാടാ നീ ഇത്ര പുണ്യാളായെന്ന് ചോദിക്കും. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലും കല്ല് മാറ്റില്ല. കള്ള് കുടിച്ച് പച്ചക്കറിയുടെ മുമ്പിൽ കടയുടെ കിടന്നപ്പം എല്ലാവർക്കും ചിരിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഇയാൾ ചാലക്കുടി പോയി ധ്യാനം കൂടി തിരിച്ചു വന്ന് മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പം ഈ പല ചിരിച്ചവരുടെ മുഖം ഇപ്പൊ അത്ര ഹാപ്പി അല്ല. പലരും മുഖം വാടി. മനുഷ്യർക്ക് എപ്പോഴാ സന്തോഷം എന്നറിയോ? ഒരുത്തൻ തകർന്ന് വഴി കിടക്കുമ്പം എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാ, ജഡ്ജിമാരാവും. അങ്ങനെ വരുള്ളൂ, അത് നടക്കും. പിന്നെ ഇവനാരാ? ഭയങ്കര അഭിപ്രായമാ. ഒരു മനുഷ്യൻ നന്നാവുമ്പോഴേ പല ചിരിച്ച മുഖവും വാടും. ഞാൻ കണ്ടിട്ടുണ്ട്. കള്ള് കുടിച്ച് പച്ചക്കറി കിടന്നപ്പോ അഭിപ്രായവും ചിരിയും സന്തോഷമായിരുന്നു. എന്നാൽ അയാളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരുത്തൻ കൊണ്ടുപോയില്ല. അയാൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മാറ്റം വന്നപ്പം ചിരിച്ച മാന്യന്മാരുടെ മുഖമൊക്കെ അങ്ങോട്ട് വാടി നെറ്റി ചുളുങ്ങി. ദൈവത്തിന്റെ സ്വഭാവം എന്നാന്ന് കേട്ടോ? അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് എവിടെ സന്തോഷം? പള്ളിക്കാരുടെ സന്തോഷം, ഇടവക്കാർ സന്തോഷിക്കും,
ഇതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. എവിടെ സന്തോഷിക്കും? സ്വർഗത്തിൽ. അത് അന്നേ എഴുതിയിട്ടുണ്ട്. ഒരാൾ ജീവിതത്തിൽ മാറുമ്പോൾ നാട്ടുകാർക്കൊന്നും വലിയ സന്തോഷം ഉണ്ടാകുകയില്ലെന്ന്. ഒരാൾ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴേ ഇടവക്കാർക്കും പള്ളിക്കാർക്കും കമ്മിറ്റിക്കാർക്കും ഒന്നും മാറ്റം ഉണ്ടാവത്തില്ല, സന്തോഷം ഉണ്ടാവത്തില്ല. പക്ഷേ ഒരു വ്യക്തി ജീവിതത്തെ കുറിച്ച് അനുതപിക്കുമ്പം സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അറിയോ? എന്റെ മാറ്റം ആഗ്രഹിക്കുന്ന ദൈവമാണ്. ബൈബിളിൽ ഒരു വാക്കില്ലേ, ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതിന് വേണ്ടി പോവും, കണ്ടുകിട്ടി കഴിയുമ്പം സന്തോഷിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഇടവകയിൽ 140, 50, 60 വീട്ടുകാരുണ്ട്. ഞാനൊരു പള്ളി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പം 500ഓളം വീട്ടുകാരുള്ള പള്ളിയാണ്. അപ്പോൾ അച്ഛൻ എല്ലാ വീടുകളും സന്ദർശനം നടത്തിയിട്ട് ധ്യാനം വെച്ച് പള്ളിമുറിയുടെ മുമ്പിൽ ഇരുന്ന് അച്ഛൻ കൈക്കാരനോട് ചോദിക്കുക, എടാ ഞാൻ എല്ലാ വീട്ടിൽ കൂടെയും പോയിട്ട് നമ്മുടെ ആ വീട്ടിലെ ഇന്നയാള് ധ്യാനത്തിന് വന്നില്ലല്ലേ, അയാളുടെ ഭാര്യയും കണ്ടില്ല എന്ന് പറഞ്ഞപ്പം കൈക്കാരൻ പറയുമോ അച്ഛനോട്, അയാള് വന്നില്ലേ വരണ്ടച്ചോ, അയാള് പള്ളി വരാതിരിക്കുക നല്ലേന്ന്. ഇത് ആരുടെ മൈൻഡാ? അത് ഈ കർത്താവ് ഈശോ മിശിഹായുടെ മൈൻഡ് അല്ല, മനുഷ്യന്റെ മൈൻഡാ. അവൻ കള്ളുകൂടിയും വരാതിരിക്കുന്നില്ല, അവൻ വരാതിരിക്കട്ടെ, അവൻ വന്നാ ഇവിടെയും കച്ചറ ഉണ്ടാക്കുവച്ചോ, അവരെ കുടുംബമേ പോക്ക. മനുഷ്യന്റെ പ്രത്യേകത അറിയാം, 500 വീട്ടുകാരുള്ള പള്ളിയിൽ ഒരു വീട്ടുകാർ വന്നില്ലെങ്കിൽ ആർക്കും പ്രശ്നമല്ല. അയാൾ വന്നില്ല, അയാളാണ് ഇപ്പൊ പള്ളിയിലെ കാര്യം നടത്തുന്നത്. അയാൾ വന്നില്ല, ഒരു ചുക്ക് കൂടെ സംഭവിക്കുക, അയാൾ വരാതിരിക്കട്ടെ എന്ന് പറയും. ദൈവത്തിന്റെ സ്വഭാവം എന്നാ? 500 വീട്ടുകാരുള്ള പള്ളിയിൽ ഒരു കുടുംബം ദൈവത്തിൽ നകന്നാൽ ദൈവത്തിന്റെ മനസ്സ് വേദനിക്കും. ഈ ചെറിയവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടരുതെന്നാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം. ഒരുത്തം പോലും. നമ്മൾ പറയും അവൻ കൊള്ളിയാലാത്തവൻ, അവൻ വരണ്ട, അവൻ വന്നാലും കണക്കാ എന്നൊക്കെ പറയും. ദൈവത്തിന്റെ ആഗ്രഹം എന്നാ? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മനസ്സാ. ദൈവത്തിന്റെ വാക്ക് വേറൊരു വചനം എന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥ വചനം, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും ആരെണ്ണിയിട്ടുണ്ട്? ഈശോ ദൈവം എണ്ണിയിട്ടുണ്ടെന്ന്. നിങ്ങൾ എണ്ണിയിട്ടുണ്ടോ നിങ്ങളുടെ തലമുടി? ആകെ 4-3-7 എണ്ണം ഉള്ളൂ, എന്നാൽ പോലും എണ്ണിയിട്ടില്ല. ഇന്ന് പള്ളിയിലേക്ക് വരാൻ നേരത്തെ കുളിച്ചൊരുങ്ങി വന്നപ്പം കണ്ണാടിയുടെ മുമ്പിൽ നമ്മോട് വല്ലാണ്ട് ജീവിയില്ലേ, ചീപ്പയെ പറ്റി തന്നെ എത്ര എണ്ണം പോയി? ആ ചീപ്പെ തന്നെ ഒരു 19 എണ്ണം പോയിട്ടുണ്ട് ഊഹത്തിനാ. പക്ഷെ നിങ്ങൾ ആരും പള്ളിയിൽ പോകുന്നതിന് ഇത്ര സമയം 1/2 മണിക്കൂർ ഉണ്ടല്ലോ, എന്നാ എല്ലാവരും കൂടെ വന്നേടാ, ഒന്ന് എണ്ണിക്കടാ ഈ ചീപ്പയിൽ എത്ര മുടി ഉണ്ടെന്ന്. ആരും ചീപ്പയെ പറ്റിയ മുടി എണ്ണിയിട്ടില്ല. എത്ര എണ്ണം തലമുടി പോയ വഴിക്ക് കാറ്റ് കൊണ്ടുപോയി, ചീപ്പെ പോയി. നമ്മൾ നമ്മുടെ മക്കളുടെ തലയിലിരിക്കുന്ന മുടി പോലും എണ്ണാറില്ല. പക്ഷെ സർവശക്തനായ ദൈവം പറയുക, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും ഞാൻ എണ്ണിയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ദൈവം ആരാ? എന്റെ തലയിലെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് ജീവി വെക്കുന്നേ ഉള്ളൂ. 4-3-7 ഉള്ളിലും. പക്ഷെ ദൈവം പറയുക, അതുപോലും എണ്ണിയിട്ടുണ്ടെന്ന്. അത്രയും ശ്രദ്ധിക്കുന്നവനാ എന്റെ ദൈവം. നമ്മുടെ തലയിലെ മുടിയുടെ എണ്ണം വരെ ശ്രദ്ധിക്കുന്നവൻ. അതിന്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ കാര്യത്തിൽ ശരിക്കും ഉത്തരവാദിത്തമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, നമ്മുടെ എല്ലാ പാപങ്ങളെ കുറിച്ച് ഓർക്കണം. അതൊരു തടസ്സമായിട്ട് കിടക്കരുത്. തടസ്സമായിട്ട് കിടന്നാൽ എവിടെയാ ദോഷം? അത് നമ്മുടെ മക്കളിലേക്കും തലമുറകളിൽ നമുക്ക് ദോഷവും വരും. ഒത്തിരി പേർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പലരും 8 വലയിൽ വീണ പ്രാണി പോലെയാ. പലരും പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ കാണുന്ന അവസ്ഥ, അച്ചോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. 8 വലയിൽ വീണ പ്രാണിയുടെ പ്രത്യേകത അറിയോ? പ്രാണി ചെന്ന് വീഴും, പിന്നെ ഒരു അഭ്യാസ പ്രകടനമാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ. 8 വളരെ ബുദ്ധിയുള്ള ജീവിയാണ്. ഒരു പ്രാണി വീണത് സത്യമാണെങ്കിൽ അവൻ അതിനെ വന്നങ്ങ് പൂട്ടും. ഒരു 150 റൗണ്ട് അടിച്ചിട്ട് ജന്മകാലം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാത്ത വിധത്തിൽ കെട്ടിവെക്കും. 8 വഴിക്ക് പോകും. അതിനുശേഷം നമ്മൾ ആ 8 വലയിൽ വീണ പ്രാണിയെ ശ്രദ്ധിക്കണം. 8 വലയിൽ വീണ പ്രാണി എന്ത് ചെറിയ ജീവിയാണേലും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് കൈയും കാലും ഇട്ട് ഇങ്ങനെ ചലിപ്പിച്ചോണ്ടിരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രക്ഷപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമാ, രക്ഷപ്പെടില്ല. ആ 8 കുറച്ചു നേരം കഴിയുമ്പോൾ വന്ന് അതിന്റെ ജീവന്റെ ജലം നീര് ഊറ്റി കുടിച്ച് അതിനെ കൊന്ന് ചണ്ടിയാക്കി തള്ളിക്കളയും. പലരുടെയും അവസ്ഥ പുഴയിൽ വീണുപോയ ആൾക്കാരെ പോലെയാ. പുഴയിൽ വീണുപോയുള്ള അവസ്ഥ എന്താ? പുഴയിൽ ചുഴികളുണ്ട്. നീന്താൻ അറിയുന്നവൻ വരെ ചുഴിയിൽപ്പെട്ടു പോയാൽ ഇട്ട് വട്ടം കറങ്ങുള്ളൂ. അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും, ആള് വലിയ മിടുക്കനൊക്കെയാണ്, പക്ഷെ ചുഴിപ്പെട്ടുപോയി. ചുഴിപ്പെടുന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും പിടിച്ച് നീന്തും. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും എവിടുന്നാണോ നീന്താൻ തുടങ്ങിയത് അവിടെ തന്നെ കിടക്കും. കുറച്ചു കഴിയുമ്പോൾ ചുഴി ചുറ്റിച്ച് കറക്കി കൊണ്ടുപോയി
എവിടെയെങ്കിലും കൊണ്ടേ കയറ്റി വെക്കും. പല ആളുകളുടെയും ജീവിതം ചുഴിയിൽപ്പെട്ട പോലെയും എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെയാ. രക്ഷപ്പെടാൻ വേണ്ടി കയ്യും കാലും അടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. പ്രാണിക്ക് രക്ഷപ്പെടാൻ പറ്റിയാലായിരിക്കും. ചുഴിയിൽ വീണ് ഒരു വെള്ളത്തിൽ വീണ ഒരു മനുഷ്യൻ ചിലപ്പോൾ നീന്തി രക്ഷപ്പെടാൻ പറ്റിയില്ലെന്നിരിക്കും. പക്ഷെ ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നവന് ദൈവം വഴി കാണിച്ചു കൊടുക്കും. എങ്ങനെയാ രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടാനുള്ള വഴിയാ ദൈവം പറഞ്ഞ് ആ കല്ല് എടുത്തു മാറ്റാൻ പറഞ്ഞു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കി, അവർ ആ കല്ല് എടുത്തു മാറ്റി. അവിടെയാ അത്ഭുതം സംഭവിച്ചേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവവചനം അനുസരിക്കണം. അനുസരണം എന്നറിയാമോ? ജീവിതത്തിൽ ചില കല്ലുകൾ ഇരിപ്പുണ്ട്. ആ കല്ല് അവിടെ ഇരുന്നോണ്ട ഗുണം എന്നാ? നമുക്കൊന്നിനൊന്നിന് തകർച്ചയും ദോഷവും. ഒരു സ്റ്റെപ്പ് വളരാൻ പറ്റുന്നില്ല. ഒത്തിരി പേരുടെ അവസ്ഥയാ. വലിയ വീടൊക്കെ ഉണ്ട്, ഒരു സന്തോഷമില്ല. കാര്യം ഇഷ്ടംപോലെ പൈസ കൈ വരുന്നുണ്ട്, 1 രൂപ കൈ നിൽക്കുന്നില്ല. ഒരാളിനോട് പറഞ്ഞു, അച്ചോ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് വെക്കാൻ പറ്റിയിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റിയിട്ടില്ല. തോട്ടിലെ വെള്ളം പോലെ ലക്ഷങ്ങൾ കയ്യിൽ വരും, ലക്ഷങ്ങൾ കയ്യിലൂടെ പോകും. അനുഭവിക്കുന്നില്ല അച്ചോ. ഞങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ മുകളിൽ ഇരിക്കുന്നവൻ മനസ്സ് വെക്കണം. സ്വന്തം എത്ര മിടുക്കനായാലും നടക്കത്തില്ല. ആരായാലും ദൈവത്തിന്റെ സ്പെഷ്യൽ അനുഗ്രഹം അവിടെ വരണമെങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. ബൈബിളിൽ വളരെ പ്രത്യേക അല്പനേരം ശ്രദ്ധ എനിക്ക് തരണം, നിങ്ങളുടെ ശ്രദ്ധ. അത് ബൈബിളിൽ ഒരു ഭാഗമാണ് ഈശോ ദേവാലയം വിശുദ്ധീകരിക്കുന്നത്. ദേവാലയം. എത്ര ദേവാലയങ്ങളുണ്ട്? എത്ര ദേവാലയങ്ങളുണ്ട്? നിങ്ങൾ ഇരിക്കുന്നത് ഒരു ദേവാലയത്തിലാണ്. അത് നിങ്ങൾ പണിതാണ്. പെയിന്റ് അടിച്ച് ഫാൻ ഇട്ട് ലൈറ്റ് എത്തിച്ച് പഠിക്കുക. ഇതൊരു ദേവാലയമാണ്. 3 ദേവാലയമുണ്ട്. 1 ഇത്, 2 നിങ്ങളുടെ വീട്, 3 നിങ്ങളുടെ ശരീരം. 2 ദേവാലയങ്ങൾ മനുഷ്യൻ പണിതാ. ഒരെണ്ണം നമ്മൾ പണിതാൽ പണിയും നടക്കത്തില്ല. അത് ദൈവം പണിതാ. എന്തൊക്കെ? ഈ ദേവാലയം നിങ്ങൾ പണിതാണ്, പിന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചതാണ്. നിങ്ങളുടെ വീട് നിങ്ങൾ പൈസ മുടക്കി പണിതാണ്, പിന്നീട് വെഞ്ചരിച്ചത് വിശുദ്ധീകരിച്ചതാണ്. 3ാമത്തെ ദേവാലയമാണ് നിങ്ങളുടെ ശരീരം. അത് നമ്മൾ പണിതല്ല, അത് ദൈവം നമുക്ക് തന്നതാ. ദൈവം പണിതാ, നമ്മളാരും ഉരുട്ടി വെച്ചുണ്ടായതല്ല, ദൈവം തന്നതാ. 3 ദേവാലയവും വിശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതാണ്, ദേവാലയം വിശുദ്ധീകരിക്കണോ? ദേവാലയം വിശുദ്ധീകരിക്കപ്പെടണോ? ശ്രദ്ധിച്ചു കേട്ടോ. ദേവാലയം വിശുദ്ധീകരിക്കപ്പെടണോ എന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊരു വലിയ പള്ളിയിൽ പോയി ധ്യാനം നടത്തുക. ഭയങ്കര സൗണ്ട് സിസ്റ്റം, ഭയങ്കര പള്ളി. അപ്പോൾ ആ പള്ളിയിലെ 1-2 സമ്പന്നരായ ആളുകൾ, പ്രാർത്ഥനയുള്ളവർ പറ, അച്ചോ പള്ളി വലുതായി, ഇതിലേക്കൂടെ പോകുന്ന വണ്ടിക്കാർ വരെ ഇപ്പോൾ ഈ പള്ളിയെ നോക്കി പ്രാർത്ഥിക്കില്ല അച്ചോ. പറ്റുമെങ്കിൽ അവരുടെ വലിയ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും. ഞാൻ ഈ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു അച്ചോ, ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കൊച്ചിന്റെ പോലും തലവേദന പോലും മാറിയിട്ടില്ല. ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹം വന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അച്ഛാ, ഈ പള്ളിയിൽ ഒരുപാട് പേര് വരും. പള്ളിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ചെരിപ്പിടരുത്. പേരിന് വേണ്ടി ചെരുപ്പ് അവിടെ ഇട്ടിട്ട് പള്ളി കയറുന്ന പാടെ ആൾക്കാർ മുട്ടേ പോലും കുത്തുന്നില്ല അച്ചോ. എല്ലാവരും ഫോൺ എടുത്ത് അൽത്താരുടെ ഫോട്ടോ എടുത്തു, ആ രൂപത്തിന്റെ ഫോട്ടോ എടുത്തു, അവിടെ നിന്നൊരു സെൽഫി എടുത്തു. പള്ളിയിൽ ആൾക്കാർ കയറുന്ന സെൽഫി എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ. ആ മനുഷ്യൻ പറയുക, അച്ഛാ ഇപ്പൊ വന്നിരിക്കുന്ന വികാരി അച്ഛൻ നല്ലൊരു അച്ഛനാണ്, അയാൾ ആത്മീയ മനുഷ്യനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഇടവക്കാരിൽ ഒരു കാർഡ് അടിച്ച് തന്നിരിക്കുക, വീട്ടിൽ കൂടെ കുറച്ച് നാളുകൾ പ്രാർത്ഥിക്കാൻ, പണിത ദേവാലയം വിശുദ്ധീകരിക്കാൻ. അപ്പോൾ ആ ഇടവകയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നറിയോ, പള്ളി പണിയണമെന്ന് കുറച്ച് വർഷം മുമ്പ് വന്ന അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തപ്പം പള്ളിയിലെ ഏറ്റവും വലിയ സമ്പന്നരുള്ള ഇടവകയാ, പൈസക്കാരെല്ലാം കൂടെ ഒരു കൂട്ടായിട്ട് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, നമുക്ക് പണിയാച്ചോ. പൈസയ്ക്ക് പഞ്ഞം ഉണ്ടായിട്ടില്ല പള്ളി പണിയാൻ. പള്ളി പണിയാൻ വേണ്ടി കുറച്ച് നേതൃത്വത്തിൽ കുറച്ച് പേര് വന്നു. പിന്നെ പള്ളിമുറ്റത്തും പള്ളി പണിയുന്ന സ്ഥലത്തും എന്നാന്നറിയോ, ഇറച്ചി തീറ്റയും കള്ളുകൂടിയും. കപ്പ മേടിക്കുക, ഇറച്ചി മേടിക്കുക, ദിവസവും പന്നിയിറച്ചിയും പോത്തിറച്ചി ആട്ടിറച്ചി മേടിക്കുക, കറി വെക്കുക. രാത്രി 11:30-12 മണി വരെ ഭാര്യ വീട്ടിൽ അന്വേഷിക്കും. എന്താ? ഭർത്താക്കന്മാർ പറയും, എടി പള്ളി പണി നടക്കുമല്ലേ, ഇനി ഇവരാണോ പള്ളി പണിയുന്നത്? ഇവരാരും പള്ളി പണിയല്ലേ, ഇവർ കപ്പ എടുക്കില്ല, ചീട്ട് കളിക്കില്ല. പള്ളി പണിയുന്ന സ്ഥലത്ത് പള്ളി പണിയൊക്കെ വളരെ വേഗത്തിൽ പൈസയുള്ളതുകൊണ്ട് കാര്യം നടന്നു. പള്ളി വെഞ്ചരിക്കുന്നതിന് 2-3 ആഴ്ച മുമ്പ് കൈക്കാരന്മാരുടെ വണ്ടി നിർത്തിയിട്ട് 2-3 വണ്ടിക്കകത്താ കള്ളു കുടിച്ച കുപ്പി കൊണ്ടുപോയി കാട്ടിക്കൊണ്ട് കളഞ്ഞത്. ഒന്നും അറിയാത്ത അടിച്ചു വാരി, മാതൃസംഘടനക്കാരും എല്ലാവരും കൂടെ അടിച്ചു വാരി പള്ളി വൃത്തിയാക്കി പള്ളി വെഞ്ചരിച്ചു. പള്ളിയിലെ ഇടവക്കാർ പറയുക, ഒരു കൊച്ചിന്റെ തലവേദന പോലും ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന മാറിയില്ലെന്ന്. മാറിയിട്ടില്ല. ഇവിടെ ആരും തിരികെ എത്തിച്ചു വെക്കാറില്ല.
അപ്പോൾ അച്ഛന് മനസ്സിലാവുകയാണ്, എനിക്കല്ല, പള്ളിയിൽ വന്ന അച്ഛൻ ആത്മീയമായ കണ്ണുകൊണ്ട് കാണുക, ദേവാലയം വിശുദ്ധീകരിച്ചാലേ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വല്ല ഗുണം ഉണ്ടാവുള്ളൂ. എന്നിട്ട് കേട്ടോ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ചില പള്ളികളിൽ ചെല്ലുമ്പോൾ ആ മുറ്റത്ത് നിൽക്കുമ്പോഴേ ആ മുറ്റത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് വരെ നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള പോലെ തോന്നും. എനിക്ക് അങ്ങനെയുള്ള പള്ളികൾ അറിയാം. പള്ളി ആകെ ആസ്പെറ്റോസ് ഇട്ട് പറഞ്ഞാൽ ഒരു സീലിംഗ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്, പഴയ പള്ളി. പക്ഷെ ആ മുറ്റത്തേക്ക് കാലുകുത്തുമ്പോഴേ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ ആരൊക്കെയോ എടുത്തു, നമ്മൾ ഫ്രീ ആയി, നമ്മൾ സന്തോഷമായി. ചില പള്ളിയുടെ മുറ്റത്ത് കൂടെ വണ്ടിയെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, എന്തോ ഒരു ഗുണം നമുക്ക് കിട്ടും. ചില പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് അന്നേരം ഫോൺ എടുക്കാനാ തോന്നുന്നത്, 2 ഫോട്ടോ എടുക്കണം, അതാ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ഈ ഇടവകയിൽ അപ്പം ഒരു കാര്യം വ്യക്തമാണ്, ദേവാലയം വിശുദ്ധീകരിച്ചാലേ. ഇനി ദേവാലയത്തിൽ പൊളിറ്റിക്സ് ആണെങ്കിലോ, കൈക്കാരനാകാനും കമ്മിറ്റിക്കാരനാകാനും കസരകളിയാണല്ലോ, അവിടെ ദൈവം ഇറങ്ങിപ്പോവും ആ പള്ളിയിൽ നിന്ന്. ദേവാലയത്തിൽ പൊളിറ്റിക്സ് നടന്നാൽ, ദേവാലയത്തിൽ കസേരകളി നടന്നാൽ ദൈവസാന്നിധ്യം ഇറങ്ങിപ്പോകും. ബൈബിളിൽ വായിച്ചു നോക്കിക്കോ, സമയമില്ല. ദൈവം ചില ദേവാലയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവരെ പ്രധാന പുരോഹിതനോട് പറയുക, ഇന്നതൊക്കെ ചെയ്താൽ ദൈവത്തിന്റെ അനുഗ്രഹം തിരിച്ചു വരുമെന്ന്. ദേവാലയം വിശുദ്ധീകരിക്കപ്പെടണം. 2, ഏത് ദേവാലയം? നമ്മുടെ വീട് വിശുദ്ധീകരിക്കപ്പെടണം. വീട് വിശുദ്ധീകരിക്കപ്പെടണോ വേണ്ടയോ? +1 പഠിക്കുന്ന കൊച്ചിനെ പരീക്ഷയ്ക്കായിട്ട് അപ്പന് മലഞ്ചരക്ക് കച്ചവടം. അപ്പോൾ അപ്പം പറയുന്നൊരു ഡയലോഗാ, ഞാൻ ബിസിനസ് നടത്തി, ഞാൻ വഴിയൊന്നും ടൗണിൽ നിന്നൊന്നും കുടിക്കാറില്ല, ഞാൻ സാധനം മേടിച്ചുകൊണ്ട് വന്ന് എന്റെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് കുടിക്കുന്നതിന് ഇയാൾക്ക് എന്നാടാ എത്ര സൂക്കേട്? ഞാൻ എന്റെ വീട്ടിൽ കുടിക്കുന്നതിന് നിനക്കെന്നാ കുഴപ്പം? ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് ഞാൻ കുപ്പി മേടിക്കും, ചിലപ്പം ഒരു കുപ്പി മുഴുവൻ കുടിച്ചിരിക്കും, നിനക്കെന്നാ കുഴപ്പം ചോദിക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ മകൻ +1 പഠിക്കുക. അപ്പൊ അവൻ അമ്മയോട് ഒന്ന് പറയുക, മമ്മി എനിക്ക് നാളെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല, മമ്മി നോക്ക് എന്റെ വായിൽ മുഴുവൻ ഒരു ശേഷം വെള്ളക്കുരു വന്നിരിക്കുന്നു രാവിലെ. അപ്പോൾ അമ്മ ചേച്ചി ഉടനെ ഭർത്താവിനെ വിളിച്ചു വരുത്തി, നിങ്ങൾ വണ്ടിയായിട്ട് വാ, കൊച്ചിന് വായു മുഴുവൻ അലർജി പോയിട്ട് കുരു വന്നിരിക്കുക, ആശുപത്രി കൊണ്ടുപോകുന്നു. ഉടനെ അന്ന് പരീക്ഷയുള്ള ദിവസമാണ്. ആശുപത്രി കൊണ്ടുപോകുന്നത് കുടുംബ സുഹൃത്തായ ഒരു ഡോക്ടറെ അടുത്തൊരു സാമ്പത്തികവും നിലയും വിലയൊക്കെ ഉള്ള ആളാ. കൊണ്ടുപോയപ്പോൾ സാധാരണ വായി കുരു വരുന്നത് നമുക്കറിയാം, കാൽസ്യത്തിന്റെ കുറവൊക്കെ വരും, കുരു വരും, ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ അവന്റെ സുപ്പിൽ പോലും ഇറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡോക്ടർ ഇവനോട് ചോദിക്കുവാണ്, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? +1 പഠിക്കുന്ന കൊച്ചിനോട് ഡോക്ടർ ചോദിക്കുക, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞില്ല എന്ന്. സത്യം പറയടാ, കള്ളു കുടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഉണ്ടെന്ന്. എത്ര നാളായെന്ന് ചോദിച്ചു. അവൻ 2-3 വർഷമായി. അവൻ കള്ളു കുടിച്ചതിനെ പറ്റി. ഇപ്പൊ അളവ് കൂടി. ഇപ്പൊ എന്നാ പ്രശ്നം? അവന്റെ കുടുംബക്കാരോ ഏതോ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോ അവന് നല്ലൊരു സ്പ്രേ കൊടുത്തു, ദേഹത്തടിക്കുന്ന സ്പ്രേ കൊടുത്തിട്ട് ഇവൻ അപ്പൻ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ചാരായ ബ്രാൻഡി ഇവൻ അപ്പൻ ഇല്ലാത്ത സമയത്ത് ഗ്ലാസിനകത്ത് ഒഴിച്ച് ഇത് കുടിക്കും. വീട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി ദേഹത്തടിക്കുന്ന സ്പ്രേ വാ തുറന്നിട്ട് 2 പിടിക്കും, വീട്ടിലൊരു മണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ഇത് ചെയ്ത് ഇവന് വായു മുഴുവൻ അലർജി ആയിട്ട് ഇവന്റെ കുടലും ഇവന്റെ തൊണ്ടയും കുരുക്ക് ഇവൻ പരമാവധി സഹിച്ചു. പറ്റാതെ വന്നപ്പം അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, നിങ്ങൾ വീട്ടിൽ വെച്ച് കള്ളു കുടിച്ചതിന്റെ ഗുണം ഇതാ, മകനെ ഇത്രയും പ്രായമായപ്പോ തന്നെ നിങ്ങൾ അവനെ ഒരു നല്ല കള്ളുകൂടിയനാക്കിയിട്ടുണ്ടെന്ന്. നമ്മുടെ മക്കൾ പലരും കള്ളുകൂടിയനായത് പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പോഴാ അപ്പൻ അറിഞ്ഞ് മകൻ കള്ളുകൂടിയനായതേ. അപ്പൊ നിങ്ങൾ ഓർക്കും, കള്ളുകൂടിയനായ ഒരു മകൻ, ഒരു വീട്ടിലൊരാളുണ്ടെങ്കിൽ അയാൾക്കൊരു പെങ്കൊച്ചുണ്ടെങ്കിൽ ഒരു കള്ളുകൂടിനെ കൂടെ തന്നെ വേണ്ടേ കെട്ടിക്കാൻ? ഈ കള്ളുകൂടി നല്ലതാണെങ്കിൽ ആണോ? മഹാകള്ളുകൂടിയനായ ഒരു മനുഷ്യൻ, അയാളുടെ അടുത്ത് വേറൊരു കള്ളുകൂടിയം എന്ന് പറയുക, ഒരു ചെക്കനുണ്ട്, നിന്റെ കൊച്ചിന് ആലോചിക്കാൻ നല്ലതാണ്. അയാൾ പറയുവാണേ, കള്ളുകുടിയനായ മനുഷ്യൻ കള്ളുകുടിയനോട് പറയുവാണ്, ഒരു ചെക്കനുണ്ട്, നിന്റെ കൊച്ചിന് നല്ലതാ. ആരെന്നറിയോ? അവരെ പോലെ തന്നെ കള്ളു കുടിക്കുന്ന ഒരു ചെക്കൻ. അപ്പൊ ഈ കള്ളുകുടിയായ മനുഷ്യൻ പറയുവാ, എനിക്ക് തൊക്കിന് ജീവനുണ്ടെങ്കിൽ വേറൊരു കള്ളുകുടിയനെ കൊണ്ട് എന്റെ കൊച്ചിനെ കെട്ടിക്കരുത്. കള്ളുകുടി നല്ലതാണെങ്കിൽ കള്ളുകുടിയന്മാർ അവരുടെ മക്കളെ വേറൊരു നല്ല കള്ളുകുടിയനെ കൊണ്ട് കെട്ടിക്കാവുള്ളൂ. കള്ളുകുടിയൻ ഇപ്പൊ പറയുവാണ്, എന്റെ തൊക്കിന് ജീവനുണ്ടെങ്കിൽ വേറൊരു കള്ളു കുടിക്കുന്നവനെ കൊണ്ട് ഞാൻ എന്റെ കൊച്ചിനെ കെട്ടിക്കരുത്. അപ്പൊ അയാൾക്ക് വരെ അറിയാം എന്നത് ഇതത്ര നല്ലതല്ലെന്ന് ഇയാൾക്ക് വരെ അറിയാം. ശ്രദ്ധിച്ചോ? വീട് വിശുദ്ധീകരിക്കപ്പെടണം. ശ്രദ്ധിക്കും, നമ്മുടെ വീട് വിശുദ്ധീകരിക്കപ്പെടണം. എന്റെ അടുത്ത് ഒരു അമ്മച്ചി വന്ന് 2 കൊച്ചിനെ കൊണ്ട്, ഒരു ആങ്കൊച്ചു ഒരു പെങ്കൊച്ചും, മൂത്തത് ആങ്കൊച്ചു രണ്ടാമത്തത് പെങ്കൊച്ചു, 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. 2 പേരെ മുന്നിൽ നിർത്തിയിട്ട് എന്റെ അടുത്ത് ഈ ചേച്ചി ഉമ്മ ഇരുന്ന് കരയുവാണ്. അപ്പൊ ഞാൻ ചേച്ചി എന്തെങ്കിലും പറ, ആൾക്കാർ ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ് കാണാൻ, എന്താ കാര്യം? ഒരു വാക്ക് പറയും, പറയാൻ പറ്റാത്ത രീതി കരയും.
അപ്പൊ പറഞ്ഞു എന്റെ ഇവള് പഠിക്കുന്നത് തൃശ്ശൂര്, കൊച്ചി പഠിക്കുന്നത് തൊടുപുഴ, 2 സ്ഥലത്താണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പാവപ്പെട്ടവരായിരിക്കും. അപ്പൊ പാവപ്പെട്ടതാണെന്ന് ചോദിച്ചപ്പോ പാവപ്പെട്ടതല്ല, അപ്പൻ ബ്ലൂ ഫിലിമിന്റെ അടിമയാണ് അപ്പൻ. അപ്പൊ ഈ ചേച്ചി പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ഭർത്താവിന്റെ ഒരു കുറവാ, 24 മണിക്കൂർ പുള്ളിക്ക് രാത്രി ഉറക്കമില്ല, 3 മണി 4 മണി വരെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഇത് കാണും. ഞാൻ പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കണം, മടുത്തതാ ജീവിതത്തിൽ, ഇയാളുടെ ഈ സ്വഭാവം കൊണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് കാണുമോ, എന്താ ചെയ്യുക, പക്ഷെ മക്കൾ ഇത് കാണാതിരിക്കാൻ നിങ്ങൾ ഈ എപ്പോഴേലും പുറത്തിറങ്ങുമ്പോൾ ഈ വാതിൽ അടച്ചു പൂട്ടിയിട്ടേ പോകാവുള്ളൂ എന്ന്. ഇയാളത് ശ്രദ്ധിക്കത്തില്ല. ഈ കമ്പ്യൂട്ടറിൽ ഈ മോശ പടങ്ങൾ ഓൺ ആക്കിയിട്ട് തന്നെ ഇയാൾ പോകും. മക്കള് ചെറിയ പ്രായത്തിലെ ഇത് കണ്ട് ഇപ്പോൾ ആ കുടുംബത്തിലെ അവസ്ഥ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റ് ചെയ്യുന്നവരായി മാറി. അമ്മ വിഷമിച്ച് ഇതിനെ കൊണ്ട് ഒരെണ്ണം തൊടുപുഴയിലും ഒരെണ്ണം തൃശ്ശൂരും വിട്ട് 2 സ്ഥലത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സും പഠിക്കുന്ന സ്കൂളിൽ നിർത്തി പഠിപ്പിക്കുക. കണ്ണുനീരോടെ പറഞ്ഞു, അച്ഛാ വേറൊരു വീട്ടിലും ഇതുപോലത്തെ ഒരു ഗതി ഉണ്ടാവില്ല, എന്റെ ഭർത്താവിന്റെ ഈ സ്വഭാവം കാരണമാ ഈ എന്റെ മക്കൾ ഈ അവസ്ഥയിൽ എത്തില്ല. വീട് വിശുദ്ധീകരിക്കപ്പെടണം. വീട് വിശുദ്ധീകരിക്കപ്പെട്ടില്ല എന്നാ കുഴപ്പം, ഞാനല്ലേ, നമ്മുടെ അടുത്ത തലമുറ. അതുകൊണ്ട് ഒരു അറിവുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, ജീവിക്കുമ്പം 3 തലമുറയെ മുന്നിൽ കണ്ടേ ജീവിക്കാവുള്ളൂ എന്ന്. ജീവിക്കുമ്പോഴേ ഞാൻ മരിക്കുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. എന്റെ മക്കൾ, മക്കളുടെ മക്കൾ, അവരുടെ മക്കളെയും കൂടെ ഇന്നേ കണ്ടിട്ട് വേണം ഇന്ന് ജീവിക്കാൻ. 3 തലമുറ മുന്നിൽ കണ്ടു വേണം ഇന്ന് ജീവിക്കാൻ. അപ്പൊ വീട് വിശുദ്ധീകരിക്കപ്പെടണം. ജീവിതം. ഇനി അടുത്തത് ശരീരം വിശുദ്ധീകരിക്കപ്പെടണം. ശരീരം ഇത് ദേവാലയമാണ്. ഇത് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതല്ല, ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ശ്രദ്ധിക്കണം, ആരോഗ്യമുള്ള ശരീരം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏതാണ് അത്? ദൈവം തരുന്ന ആരോഗ്യം. ശ്രദ്ധിച്ചേ, ആരോഗ്യമുള്ള സമയത്ത് ഈ ശരീരത്തിൽ മുഴുവൻ പാപം ചെയ്ത് കൂട്ടിയാൽ 50-55 വയസ്സ് വരെ ഈ ശരീരം സുഖം തരുവുള്ളൂ. 55 വയസ്സ് കഴിയുമ്പോൾ റിട്ടേൺ അടിക്കുന്നത്. 55 വയസ്സ് കഴിയുമ്പം ഒരു മരുന്ന് വേദന, കൈക്ക് വേദന, കാലിന് വേദന, നടുവിന് വേദന. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് 50-55 വയസ്സ് വരെ സുഖം തരാനുള്ള കഴിവുള്ളൂ. 55 വയസ്സ് കഴിയുമ്പോൾ റിട്ടേൺ തിരിച്ചടിക്കുകയാണ്. ഇത്രയും നാൾ സുഖം തന്ന ശരീരം ചെറിയ വേദനയായി. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മരുന്ന് കഴിക്കും വേറൊന്നും പറ്റുന്നില്ല, ഒന്നും. ശരീരം ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മൾ പാപത്തിലേക്ക് വിട്ടാൽ നമ്മുടെ ശരീരത്തിൽ ചക്കപ്പഴം വെട്ടിവെച്ചാൽ ഈച്ച വന്നെടുക്കുന്നത് പോലെ രോഗം വന്ന് അടിഞ്ഞുകൂടും. എല്ലാ രോഗവും പാപത്തിന്റെ പരിണിതമല്ല. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കൂട്ടം ആളുകൾ ഒരു തളർവാദ രോഗിയെ പെരയുടെ മുകളിലെ ഓട് വലിച്ചു പറിച്ച് താഴെയിട്ടിട്ട് കയറ് കെട്ടി കട്ടിലടക്കം താഴോട്ട് ഇറക്കി. ഈശോ തളർവാദ രോഗിയോട് നോക്കിയിട്ട് ഈശോ പറഞ്ഞില്ലല്ലോ, നീ എന്നടാ മരുന്ന് കഴിക്കാഞ്ഞേ, നിനക്ക് ഇത്രയും രോഗം ഉണ്ടായിട്ട് നീ എന്തിനാടാ നല്ലൊരു ഡോക്ടറെ കാണിക്കാഞ്ഞെന്നല്ല ചോദിച്ചേ. തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, രോഗം സുഖപ്പെട്ടു, കിടക്കയോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്തുകൊണ്ട് തളർവാദ രോഗിയോട് പറഞ്ഞില്ല മെഡിസിൻ കഴിക്കടാ പോയിട്ട്, അല്ലെങ്കിൽ അവിടെ പോയി നല്ല മരുന്ന് കിട്ടും അവിടെ പോയി ചെയ്യ്? പറഞ്ഞില്ല. തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്നെ ഈ അവസ്ഥയിൽ തളർത്തിയത് പാപമാണ്. പാപം ഒരു വ്യക്തിയുടെ ശരീരം തളർത്തും, സാമ്പത്തികം തളർത്തും, എല്ലാ വിധത്തിലും തളർത്തും. ഈശോ പറഞ്ഞു, പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, രോഗം സുഖപ്പെട്ടു. നോക്കിക്കേ, പാപവും രോഗവും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ വിചാരിക്കരുത് എല്ലാ രോഗവും അല്ല, എല്ലാ രോഗവും പാപത്തിന്റെ പരിണിതഫലമല്ല. എന്നാൽ ചില രോഗങ്ങൾ പാപത്തിന്റെ പരിണിത ഫലമാണ്. ശ്രദ്ധിക്കണം, അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളാണെങ്കിലും ആരായാലും പാപത്തിന് പരിണിത ഫലമുണ്ട്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. അടുത്തത്, ഒരു കുടുംബത്തെ നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ, എവിടെയെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമുണ്ടെങ്കിൽ അത് മാറണം. ഏറ്റവും വലിയ തടസ്സമാണ് വിശുദ്ധിയുടെ കുറവ്. വിശുദ്ധി എന്താ? വിശുദ്ധി നമ്മൾ വിചാരിക്കും അത് വിശുദ്ധിയാണോ പണമാണോ വലുത്? വിശുദ്ധിയാണോ പണമാണോ വലുത്? വിശുദ്ധിയാ വലുത്. അങ്ങനെയാണെങ്കിൽ പണമുള്ള ഒരാളാണ് മരിച്ച് സിമിത്തേരി പോയി ഒന്ന് കാണും. അയാൾ എന്തേരം പൈസയുള്ള ആളാ, അദ്ദേഹത്തിന്റെ സിമിത്തേരി മുഴുവൻ ഇലയും വീണ് പൊടിയും പിടിച്ച് മനുഷ്യവാസം പോലും ഇല്ലാതെ അവിടെ പോയ ഒരാൾ പറഞ്ഞു, ഒരു ഫോട്ടോ, അയാൾ സിമിത്തേരി കാണാൻ പോയ ഒരാൾ പറഞ്ഞു, ദൈവമേ വിഷമം തോന്നിപ്പോയി, ഇത്രയും പൈസയുള്ളൊരു മനുഷ്യൻ, ഇത്രയും പേര് കേട്ടൊരു മനുഷ്യന്റെ സിമിത്തേരി കണ്ടാൽ പ്ലാവിന്റെ ഇലയും മാവിന്റെ ഇലയും വീണ് പൊടി പിടിച്ച് കിടക്കണ ഒരു സ്ഥലം. അദ്ദേഹം മരിച്ച മാർബിളൊക്കെ ഇട്ട് ചെങ്ങന ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നുമില്ല, ഒരു മരിച്ചക്കുഞ്ഞ് അവിടെ ഇല്ല, ആരുമില്ല ഒന്ന് പൊടി തൂക്കാൻ. പക്ഷെ ഭരണങ്ങാനത്ത് ഒരു അൽഫോൻസാമ മരിച്ചു. എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, എത്ര പണം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ മുഖം നോക്കുന്ന തുവാല കൊണ്ടാ ആ സിമിത്തേരി തൂക്കുന്നത്. നമ്മളവിടെ മുട്ടയെ കുത്താനാള്, അവിടെ മുട്ടയിൽ ഇങ്ങനെ വലിഞ്ഞു പോകാനാള്. പണത്തിന് വില ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പണക്കാർ മരിച്ച സിമിത്തേരിയുടെ ചുറ്റും ഇതുപോലെ ആള് വരണമായിരുന്നു. പണക്കാർ ജീവിച്ചിരിക്കുമ്പോ ഭയങ്കര വിലയാ,
മരിച്ചു കഴിയുമ്പോൾ ആ സിമിത്തേരി ഒന്ന് പൊടി തൂക്കാൻ മക്കള് പോലും ഇല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരച്ഛൻ എന്നോട് ഇത് വിഷയം പറഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ ഇടവക്കാരൻ ഒരാളെ സമ്പന്നനാണ്, അയാൾ മരിച്ചിട്ട് ഞാൻ മരിച്ചു അടക്കം ചെയ്തപ്പം മരിച്ചവരെ ഓർക്കുന്ന ദിവസത്തിൽ ഞാൻ 2 ഞായറാഴ്ച മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്ന ദിവസം മരിച്ചവരെ ഓർക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സിമിത്തേരി വൃത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വന്ന് അവരവരുടെ കുടുംബത്തിൽ ആൾക്ക് സിമിത്തേരിയൊക്കെ വൃത്തിയാക്കി, കല്ലറ വൃത്തിയാക്കി. ഒരു കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ല. അച്ഛൻ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് ആ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ആ വീട്ടിലെ ചേച്ചി എടുത്തിട്ട് പറഞ്ഞു, ചേട്ടൻ ബിസിനസ് കഴിഞ്ഞ് 9 മണി കഴിഞ്ഞാണ് കടയടച്ചിട്ട് വരുള്ളൂ, ഞാനത് പറയാം അച്ഛാ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞു. അച്ഛൻ രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോഴേ അച്ഛൻ സിമിത്തേരിയൊക്കെ വൃത്തിയായോ എന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആ കല്ലറ മാത്രം പൊടി പിടിച്ച് കിടപ്പുണ്ട്. ആ ഇടവകയിലെ സാമ്പത്തികമുള്ള കുടുംബത്തിലെ ഒരാൾ മരിച്ചുപോയ കല്ലറയാണ്. അപ്പോൾ അച്ഛൻ KC വൈമ്പിലെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലോട്ട് കയറി കണ്ടിട്ട് അവനെ പേരിൽ വിളിച്ച് പറഞ്ഞാ, നീ അവിടെ ഒരു തുണി ഒരു ജൂലി എടുത്തിട്ടാൻ പറഞ്ഞിട്ട് അച്ഛൻ അവനും അച്ഛനും കൂടെ കൂടിയാ ആ സിമിത്തേരി ഒന്ന് പൊടി പിടിച്ച് ഒന്ന് തൂത്ത് കളഞ്ഞത്. എന്തേ ഇയാളുടെ ഈ സിമിത്തേരി വൃത്തിയാക്കാൻ ആൾക്കാർ വരാഞ്ഞ്? പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ്മ മരിച്ചു, പണമുള്ള ആൾക്കാർ മരിച്ചു, വിശുദ്ധിയോടെ മരിച്ച ആളുകളുടെ കല്ലറയ്ക്ക് വരെ വിലയാ. 50 വർഷം മരിച്ചു പോയതാ, 100 വർഷം മരിച്ചു പോയവരുണ്ട്, കല്ലറയ്ക്ക് വരെ വിലയാ. വിശുദ്ധിക്കാണ് വില പണത്തേക്കാൾ. ഇനി ശ്രദ്ധിച്ചോ, പല വീട്ടിലും പ്രശ്നമല്ലേ, പല കുടുംബത്തിൽ പ്രശ്നം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്നില്ല. ഭാര്യയും ഭർത്താവും പറയുന്നു, എനിക്ക് അവളെ വേണ്ട, എനിക്ക് അവനെ വേണ്ട, ഞങ്ങൾ വിവാഹമോചനമാണ് ആഗ്രഹിക്കുന്നത്, ഇവളോടൊത്ത് ജീവിക്കുന്നേക്കാൾ ഭേദം മരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുവേ. എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്? പല കാരണങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഒരു ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യനാ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യത്തില്ല, ഇതൊക്കെയാ പറയുന്നത്. അങ്ങനെയുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്ന കാര്യമാണെന്ന് പറയാം. വിശുദ്ധിയുടെ കുറവുള്ള കുടുംബങ്ങളിൽ ബന്ധങ്ങൾ കുറഞ്ഞു പോകും. ഏതൊരു ഭർത്താവാണോ തിരിച്ചറിയുന്നത് എന്റെ ഭാര്യയ്ക്ക് വിശുദ്ധിയുള്ളൊരു ജീവിതമില്ല, അന്ന് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമല്ല, അകൽച്ച തോന്നും. എന്നാണോ ഒരു ഭാര്യ ഭർത്താവിന് വിശുദ്ധിയുള്ളൊരു ജീവിതം ഇല്ല എന്ന് തിരിച്ചറിയുന്നത്, അന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബഹുമാനമല്ല, അയാളോട് വെറുപ്പ്. പിന്നെ 4 പേര് അറിയണ്ടല്ലോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വിശുദ്ധിയുടെ കുറവുള്ളിടത്ത് അകൽച്ചകൾ ഉണ്ടാവും, അകന്നു പോകും. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത്, എന്റെ അടുത്ത് 38 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി എന്ന് പറയാം, ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ ഭർത്താവിന്റെ മുഖം ഓർക്കുന്നത് വരെ വെറുപ്പാണ്, എനിക്ക് അയാളെ അറപ്പാണ്. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെ കാരണം? അച്ഛാ, ആ സ്ത്രീ പറഞ്ഞ കാര്യം കേട്ടു. അച്ഛ, എന്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ പുറത്തൊരു സ്ഥലത്ത് ജോലിയായിരുന്നു. പിള്ളേര് വർത്താനം പറയരുത് കേട്ടോ, വർത്താനം പറയരുത്. എന്റെ ഭർത്താവ് കേരളത്തിന്റെ പുറത്ത് ജോലിയായിരുന്നു. കേരളത്തിന് പുറത്ത് ജോലിയായി മക്കളൊക്കെ ഇച്ചിരി വലുതായപ്പോഴേ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ അവിടുത്തെ ജോലി മതിയാക്കി വാ, മക്കളൊക്കെ ഇച്ചിരി വലുതായി, ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, നിങ്ങൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക. ഭർത്താവ് എപ്പോഴും പറയും, എടി ഞാൻ 1 വർഷം കൂടെ നിൽക്കട്ടെ, ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇച്ചിരി സാമ്പത്തികം വരും. അങ്ങനെ ഒരു ദിവസം ഭർത്താവ് ഇങ്ങോട്ട് വിളിക്കുകയാണ് ഭാര്യയെ, എടി ഞാൻ ജോലി നിർത്തുകയാണ്, ഞാനങ്ങ് വരികയാണ്. ഈ ഭാര്യ അടുത്തുള്ള വീട്ടിലൂടെ ഒക്കെ പറഞ്ഞു കേട്ടോ, എന്റെ ഭർത്താവ് തിരിച്ചു വരികയാണ്, ഇനി തൊട്ട് കുറെ സമാധാനമായി, ഞാൻ ഈ പിള്ളേരെ കൊണ്ട്. ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭർത്താവ് ജോലി രാജിവെച്ച് തിരിച്ചു വരുന്നത് വളരെ മൂഡ് ഔട്ട് ആയിട്ടാണ്, ആൾക്ക് സന്തോഷമില്ല. ഭാര്യ വീട്ടിൽ കന്നുപാടെ ഭർത്താവിനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നത്, പക്ഷെ ഭർത്താവ് വന്നപ്പോൾ ആള് മൂഡ് ഔട്ടാ, ടെൻഷനായിട്ട് അയാൾ വന്നേ. അപ്പോൾ ഒരു ദിവസം അന്ന് വൈകുന്നേരം ഭർത്താവ് ഭാര്യയോട് പറയുക, എടി എനിക്കൊരു രോഗമാ, അതുകൊണ്ട് കേരളത്തിന്റെ പുറത്ത് കർണാടകയിൽ ഒരാശുപത്രി പോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യണം, നീയും എൻ്റെ കൂടെ വരണം. അന്ന് തൊട്ട് ഭാര്യയ്ക്ക് ആകെ ടെൻഷൻ, എന്ത് രോഗമാപ്പോ അയാൾക്ക്, എന്ത് രോഗം, ദൈവമേ രോഗമാണോ? ചിന്തിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇവര് പോവാ കർണാടകയ്ക്ക്. അപ്പോൾ ഭാര്യ ചോദിച്ചു, നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് പോയാൽ പോരെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ പോരെ? വേണ്ടാന്ന് പറയും. എനിക്ക് പരിചയമുള്ള ഡോക്ടർ ഒക്കെ ഉണ്ടെന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു, എടി നീ എന്നെ വെറുക്കല്ല്, നീ എന്നെ ഉപേക്ഷിക്കരുത്, എനിക്കൊരു രോഗം എന്നാന്ന് ഞാൻ നിന്നോട് പറയാം, എയ്ഡ്സ് രോഗമാണ്. അടുത്ത സെന്റൻസ്, നീ എന്നോട് വെറുക്കല്ല്, ആ രോഗം നിനക്കുണ്ട്. കേരളത്തിൽ വരാൻ ചെന്ന ആരോഗ്യ വകുപ്പ് ബോർഡ് വെച്ച വണ്ടി വീട്ടുമുറ്റത്ത് വരും ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ. പിന്നെ അത് നാട്ടിൽ മുഴുവൻ അറിയും. കർണാടകയിൽ പോയി 2 പേരും നോക്കി, 2 പേർക്കും രോഗമുണ്ട്. അന്ന് പിരിഞ്ഞതാ ഭാര്യ. അവിടുന്ന് ആങ്ങളുടെ കൂടെ പോയി നിൽക്കുവാണ്, പരമരഹസ്യമായിട്ടാ ജീവിക്കുന്നത്. ആള് നല്ല മിടുക്കി, കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഭർത്താവിന്റെ ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് വിളിക്കുക അവളെ, എടി നീ എവിടെയാ? അവന് തീരെ വയ്യ, അവനെ നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, നീ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വാ.
ഭാര്യ ഉടനെ ഭർത്താവിന്റെ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ആ വൃത്തികെട്ട മനുഷ്യന്റെ മുഖം കാണുന്നത് അറപ്പാണ്, വരില്ലെന്ന്. കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു ആള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ കുടുംബക്കാരൊക്കെ വിളിക്കുകയാണ്, എടി 11 മണിക്ക് അടക്ക്, എടി 11 മണിക്ക് അടക്ക്, എല്ലാരും നിന്നെ അന്വേഷിക്കും, നീ ജസ്റ്റ് വാ, പിള്ളേരെയും കൂട്ടി വാ, പിള്ളേർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ അവരുടെ അപ്പന്റെ മുഖം, വാ. അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്ക് ആ മനുഷ്യൻ മരിച്ച് പെട്ടിക്കകത്ത് കിടക്കുന്ന അറപ്പാ, ഇനി ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടക്കണം വന്നാലും ഞാൻ അടക്കിന് വരില്ലെന്ന് പറയും. ഈ സ്ത്രീ പറയുവാ എന്നോട്, അച്ഛാ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ അറപ്പും വെറുപ്പും ആ മനുഷ്യനോട് തോന്നാൻ കാരണം വിശുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്റെ ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ മനസ്സിൽ കിടക്കുന്നതാണ്. വിശുദ്ധിയുടെ കുറവ് അത് കുടുംബത്തിലെ ബന്ധങ്ങൾ തമ്മിൽ അകന്നകന്നു പോകും. വിശുദ്ധിക്ക് ദൈവസന്നദ്ധിയിലും ഭൂമിയിലെ ജീവിതത്തിനും ഒക്കെ ഭയങ്കര വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പല കുടുംബങ്ങളും ഈ പോലീസ് സ്റ്റേഷനിലും കോടതിയുടെ വക്കിലൊക്കെ നിൽക്കുന്ന തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമേ ആയുള്ളൂ, 1 വർഷമേ ആയുള്ളൂ, 2 വർഷമല്ലേ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടായുള്ളൂ, എന്താ ഇതിന് മാത്രം പ്രശ്നം പറയുന്നത് വേറെ പലതാ. കാര്യങ്ങൾ പുറകോട്ടെടുത്ത് വരുമ്പോ അറിയാം ഇവർക്ക് വിശുദ്ധിയുള്ളൊരു ജീവിതമില്ല, വിശുദ്ധിയുള്ളൊരു ജീവിതമില്ലെന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞു. അതിന്റെ കുറെ ഫോട്ടോ കണ്ടു, വേറൊരാളുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ചു. ഇതെല്ലാം കുടുംബത്തെ തമ്മിൽ തല്ലിപ്പിരിച്ച കാരണം വിശുദ്ധിയുടെ കുറവ് ബന്ധങ്ങളെ തകർക്കും. ജീവിതത്തിൽ ആരുടെയും കണ്ണുനീര് വീണ്ടണോ എന്ന് ചിന്തിക്കണം. നമ്മൾ അനേക ആളുകളുടെ ജീവിതം ക്ലച്ച് പിടിക്കാത്തതെന്നറിയോ? ജീവിതത്തിൽ കണ്ണുനീര്. ഒത്തിരി പേര് പ്രേമവിവാഹമാണ്. ഞാൻ പ്രേമത്തിനെതിരല്ല, പക്ഷെ പല പ്രേമങ്ങളും കുടുംബജീവിതത്തിലേക്ക് പോവാ. എന്നിട്ട് എങ്ങനെയാണെന്നറിയാമോ? അപ്പനും അമ്മയും മനസ്സ് നൊന്ന് കരയും, എന്നിട്ട് കണ്ണുനീരോട് കൂടിയാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒത്തിരി പേര് പറയില്ലേ പ്രേമവിവാഹങ്ങൾ പൊളിയുക. എന്താ കാരണം? ഒരു കാരണം, മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയത് ഇങ്ങനെ ഇറങ്ങിപ്പോകാനല്ല. അതുകൊണ്ട് അപ്പന്റെയോ അമ്മയുടെയോ മനസ്സ് നൊന്ത കണ്ണുനീര് വീണാൽ ജീവിതം ക്ലച്ച് പിടിക്കില്ല. കാരണം കണ്ണുനീരിന്റെ രുചിയും കടൽ വെള്ളത്തിന്റെ രുചിയും ഒന്നാ. എന്താ രുചി? ഉപ്പ്. ഇടുക്കിയിലെ വണ്ടിക്കും വയനാട്ടിലെ വണ്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. എന്താ? അവിടെ കടലില്ല എന്ന് പറയും. കോഴിക്കോട് വണ്ടി എടുക്കാൻ പോകുന്നവരും പറയും, എടാ വണ്ടി എടുക്കാൻ സൂക്ഷിച്ചു വേണം, കടൽക്കാറ്റ് ഉപ്പുകാറ്റടിച്ച് അതിന് തുരുമ്പുണ്ടോ നോക്കണം, മര്യാദയ്ക്ക് എടുത്തോണ്ട് വരാനല്ല തുരുമ്പായിരിക്കും. എന്താ പ്രശ്നം? ഈ വണ്ടിക്കടി ഈ കടൽക്കാറ്റടിച്ച് ഉപ്പുകാറ്റടിച്ച് തുരുമ്പ് പിടിക്കും. പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നത് കാറ്റടിച്ചാൽ തുരുമ്പ് പിടിക്കും. ഉപ്പ്. കണ്ണുനീരും തൊട്ടു നോക്കിക്കോ, ഉപ്പ. അത് ജീവിതത്തിന്റെ മേൽ വീണാൽ ജീവിതം തുരുമ്പ് പിടിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ പറയുവാ, നല്ല സെറ്റപ്പിൽ 3-4 കോടി രൂപ കടമായിട്ട് നിൽക്കുക അയാൾ. എന്തായാലും വികാരിച്ച് പറഞ്ഞു, അച്ഛാ ആ മനുഷ്യനെ കാണാം, ഞാൻ ആ വ്യക്തിയെ കണ്ടു, അയാൾ ഭയങ്കര സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്, അയാൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇപ്പോൾ അയാൾ കുഞ്ഞു ബിസിനസ് ചെയ്യുക, മക്കൾ വരെ ഇറങ്ങിപ്പോയി, ആള് റോഡിന്റെ ടാറിങ് ചെയ്യുന്ന PWD കോൺട്രാക്ടറാണ്. അയാൾ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ അയാൾ കാണുന്നറിയോ, വേഷം മുഴിച്ചിട്ട് കുറെ മനുഷ്യരുടെ കണ്ണുനീര്. അപ്പൊ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി വിഷമം തട്ടിയിട്ടുണ്ടല്ലോ ആരുടെയൊക്കെയോ. അപ്പൊ അയാൾ പറയണച്ചോ, എന്റെ കൂടെ കുറെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഞാൻ അവർക്കൊന്നും മര്യാദയ്ക്കൊന്നും കൂലി കൊടുത്തിട്ടില്ല. 500 രൂപ കൂലിയാണെങ്കിൽ 450 രൂപ കൊടുക്കുള്ളൂ. ഇനി അയാൾക്ക് ഇച്ചിരി ഗുണ്ടായുസുണ്ട്, ആരെങ്കിലും ഇച്ചിരി ശക്തമായിട്ട് വന്നാൽ നാവിക്കെടുത്ത് ഒഴുകും. അയാളെ വിളിക്കുന്നത് തന്നെ ആ പേര് കൂട്ടിയിട്ടാണ്. അയാൾ വലിയ ഗുണ്ടായുസമാണ്. അയാൾക്ക് അടി ഇടി 50 രൂപയ്ക്ക് വേണ്ടി ബംഗാളികളുടെയും പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളുടെയും കണ്ണുനീര് വീണ് അവർ ഹിന്ദി ചോദിക്കും, ചേട്ടാ 50 രൂപ കൂടെ പോടാ അവിടെ എന്ന് പറയും. 50 രൂപ. അയാൾ ഈ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിൽ വന്ന് കരയും. ഇപ്പൊ 3 കോടി രൂപ കടത്തിലാ. ഇയാളിപ്പോ പറയുക, ആ പാവപ്പെട്ട മനുഷ്യർ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ തയ്യാറാണെന്ന്. അവരിപ്പോ എവിടെയാണെന്ന് ഇയാൾക്ക് അറിയാൻ പാടില്ല. ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത്. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് മക്കളും മേടിക്കരുത്. അത് അവരുടെ ജീവിതത്തെ ബാധിക്കും. വീട്ടിൽ ഭിക്ഷ എടുക്കാൻ വരുന്നവനെ ആട്ടി ഓടിക്കരുത്. ഉണ്ടെങ്കിൽ 10 രൂപ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ അവന്റെ കണ്ണുനീര് വീട്ടിൽ വീഴ്ത്തരുത്. ആരുടെയും കണ്ണുനീര് മനസ്സറിഞ്ഞ് കരഞ്ഞാൽ അവിടെ കിടക്കും. അത് ഭയങ്കര പാടാ. അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുമ്പോ കുമ്പസാരിക്കുമ്പോൾ ആരുടെയെങ്കിലും കണ്ണുനീര് വീണ്ടെന്ന് 1000 വട്ടം പരിശോധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. നാളെ 4 മണിയാകുമ്പോൾ കുമ്പസാരത്തിന് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഉടുത്തൊരുങ്ങി ഒരു സാരി ഉടുത്തല്ലേ ഡ്രസ്സ് ഇട്ട് പെട്ടെന്ന് കൂടി ഒന്ന് കുമ്പസാരിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കുമ്പസാരം നടത്തരുത്. നന്നായിട്ട് സമയം എടുത്തൊന്ന് ചിന്തിക്കണം. നാളെ 4 മണിയാകുമ്പോൾ ദിവികാരനെ എഴുന്നള്ളിച്ചു വെക്കും. ഇവിടെ ഒരു നിമിഷം പള്ളിയിൽ വന്നൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവമേ നന്നായിട്ടൊരു കുമ്പസാരം നടത്തി ആ കല്ലെടുത്ത് മാറ്റി നല്ലൊരു ജീവിതം, ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യട്ടെ, നല്ലൊരു ജീവിതം ആരംഭിക്കട്ടെ. ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത്. നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ പറയുമോ, അച്ഛാ അവരുടെ കൊച്ചിന്റെ കല്യാണത്തിന് പന്തലിടാൻ വേണ്ടി 25,000 രൂപയ്ക്ക് പന്തലിട്ട് ഞാൻ പന്തലിട്ടിട്ട് 18,000 രൂപ തന്നുള്ളൂ. ബാക്കി കിട്ടാനുള്ള പൈസക്ക് 250 പ്രാവശ്യം എന്നെ കൊണ്ട് നടത്തിയ ആ മനുഷ്യൻ. ക്രിസ്ത്യാനിയായ ഒരാളെ കുറിച്ച് പറയുക, അച്ഛാ 25,000 രൂപ പന്തലിട്ടിട്ട് 18,000 രൂപ അയാൾ ഇഷ്ടംപോലെ പൈസ ഉള്ളതാണ്, കൊടുക്കില്ല. 1000 2,000 രൂപ നാളെ വേണം അവിടെ നിന്ന് പറയും. നാളെ ആരുടെയും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അവന്റെ അനുഗ്രഹം 500 രൂപ കൂലി 510 രൂപ കൊടുത്ത് 10 രൂപയുടെ അനുഗ്രഹം മേടിച്ചെടുക്കാൻ നോക്ക്. 500 രൂപ കൂലി കൊടുത്ത് 450 രൂപ കൊടുക്കും. 50 രൂപയ്ക്ക് വേണ്ടി അവന്റെ കണ്ണുനീര് മേടിക്കരുത്. നമ്മുടെ സാമ്പത്തിക മേഖല ഇളകി പറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ്